ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എനിക്കും സുഖമാണ് കേട്ടോ. പിന്നെ നമ്മുടെ പാലക്കാട് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എത്ര ചൂടായാലും നമുക്ക് ഉത്സവം ഒന്നും മിസ്സാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പുത്തൂരമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ ഈ കാണുന്നത്. ആനകളൊക്കെ ഉണ്ട് കേട്ടോ, 5-6 ആനകളൊക്കെ ഉണ്ട്. എഴുന്നള്ളിപ്പ് ആണ് നടക്കുന്നത്. ഉള്ളിലെ കാവൊക്കെ പോയി തൊഴുതിട്ട് ഞങ്ങളിങ്ങനെ പോവാൻ കേട്ടോ. അപ്പം ഞാനും എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടൊക്കെ കൂടിയാണ് കേട്ടോ അമ്പലത്തിൽ പോയത്. അപ്പോൾ അങ്ങനെ ഈ കാവടിയും എല്ലാം ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. പിന്നെ അമ്പലം പൂ കൊണ്ട് നല്ലവണ്ണം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഓരോ ദിവസത്തെയും പുത്തൂരമ്പലത്തിൻ്റെ വിശേഷങ്ങളും ആ ഉത്സവങ്ങളും ഡാൻസും പാട്ടും 10 ദിവസത്തെ പൂജയായിരുന്നു കേട്ടോ അമ്പലത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഓരോ ദിവസത്തെയും കഥകളിയും പിന്നെ കലാനൃത്തങ്ങളും നൃത്തപരിപാടികളും എല്ലാം ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷോർട്സിൽ. എല്ലാവരും നിങ്ങൾ കണ്ടു കാണുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ അമ്പലത്തിൻ്റെ അലങ്കാരത്തിൻ്റെ ഇടയിലൊക്കെ പൂവലങ്കാരത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് എനിക്കും എന്താണെന്ന് മനസ്സിലായില്ല. നമ്മുടെ ധാന്യങ്ങളെല്ലാം വെച്ചിട്ട് അമ്പലത്തിന് ചുറ്റും വെച്ചിട്ട് നിറയെ ചുറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നിറയെ ധാന്യങ്ങളൊക്കെ ഓരോ പറ നിറച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ധാന്യങ്ങൾ മാത്രമല്ല, ഇഞ്ചി, ചുക്ക്, അങ്ങനെ എല്ലാം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം എനിക്ക് ശരിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറ്റാവുന്നതൊക്കെ ചുറ്റും നിന്ന് എടുത്തു. അടുത്ത് നിന്ന് എന്തൊക്കെയാണ്, നിറയെ ധാന്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ധാന്യങ്ങൾ മാത്രമല്ല, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ആനകൾ എവിടെ നിന്നാലും നമുക്ക് അത് കാണാനൊരു ഉത്സാഹമാണല്ലോ. ഞാൻ അങ്ങനെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, വീഡിയോസ് എടുത്തത്. നമ്മുടെ ബാൻഡ് മേളമാണ്. തകർത്തിരുന്നു കേട്ടോ പുത്തൂരമ്പലത്തിലെ ഉത്സവം. ഇത് ഒരു വേഷം ഉണ്ടായിരുന്നുള്ളൂ. മണപ്പുള്ളിക്കാവ് അമ്പലത്തിലൊക്കെ ആണെങ്കിൽ നിറയെ വേഷങ്ങളുണ്ടാവും. ഇവിടെ ഒരു വേഷം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് നമ്മളെടുത്തു. ഇത് അമ്പലത്തിൻ്റെ സദ്യക്കുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് നിന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ തിരക്കിൻ്റെ ഇടയിലും ഞങ്ങൾക്ക് സെക്കൻഡ് പന്തിയിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതെൻ്റെ ഫാമിലിയാണ് കേട്ടോ, ഫാമിലി ഫ്രണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ചോറുണ്ണാനായിട്ട് കുമ്പളങ്ങ കറിയാണ്, മോരുകറിയാണ് കേട്ടോ ദേവിക്ക് ഏറ്റവും പ്രധാനം എന്നാണ് കേട്ടത്. കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എനിക്കങ്ങനെ കറക്റ്റായിട്ട് എന്താണെന്നൊക്കെ അറിയില്ല. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. സെക്കൻഡ് പന്തിയിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഒരു നേരം നമ്മൾ അന്നദാനം കഴിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പം അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഒരു വീഡിയോസിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. ഇത് നമ്മുടെ വേറൊരു വീഡിയോൻ്റെ ഒരു ചെറിയ ഭാഗമാണ്, അറിയാതെ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ പെട്ടതാണ്. അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ കാണാം. ഇതാണ് നമ്മളുടെ രാത്രിത്തെ അമ്പലത്തിൻ്റെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. പല പല കളറിലുള്ള അലങ്കാരങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോഴൊക്കെ അമ്പലത്തിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ഒരുപാട് ദൈവങ്ങളുടെയും പിന്നെ കഥകളിയുടെ രൂപവും ദൈവങ്ങളുടെയൊക്കെ ഒരു മുഖമായിട്ടാണ് കേട്ടോ ലൈറ്റൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മുരുകസ്വാമി, അങ്ങനെ നല്ല ദേവികളുടെയും എല്ലാം ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഒക്കെ കേട്ടോ. അപ്പോൾ ഓരോ ലൈറ്റ് വരുമ്പോഴും ഓരോ ദൈവങ്ങളുടെ മുഖങ്ങളാണ് കാണുന്നത് കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് വീണ്ടും പറയുകയാണ് കേട്ടോ. ഇതും വേറൊരു വീഡിയോൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ അത് അറിയാണ്ട് പെട്ടുപോയതാണ് കേട്ടോ, വെടിക്കെട്ട് നടക്കുന്നത്. പിന്നെ അങ്ങനെ ഉത്സവമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. 10 ദിവസത്തെ ഉത്സവമായിരുന്നു കേട്ടോ. 10 ദിവസവും ഞാൻ മിക്കവാറും ഒരു 8 ദിവസത്തെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ എല്ലാം ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു.